Next topic is the choice of number of poles. മെഷീൻ എത്ര പോൾസ് ഉണ്ടാകണമെന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ചോയ്സ് ഓഫ് നമ്പർ ഓഫ് പോൾസ്. ഡി സി മെഷീൻ ആകുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് പോൾസ് എത്ര വേണമെങ്കിലും ആകാം. 2, 4, 6, 8, 10 ഇങ്ങനെയൊക്കെ ആകാം. എത്രയായിരിക്കണം അതിന് നമ്പർ ഓഫ് പോൾസ്? അപ്പോൾ അത് തീരുമാനിക്കുന്നതിന് ചില ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം വൺ ബൈ വൺ. In a DC machine, the number of poles has an important bearing on both the magnetic and electric circuits. അപ്പോൾ അത് നമ്പർ ഓഫ് പോൾസിന് ഈ ഇലക്ട്രിക് സർക്യൂട്ടിലും മാഗ്നറ്റിക് സർക്യൂട്ടിനെയും സംബന്ധിച്ച് ഒരുപാട് അതിൻ്റെ സ്വാധീനമുണ്ട്, അതിൻ്റെ ഇഫക്റ്റ്. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും ഇലക്ട്രിക് സർക്യൂട്ടിലെയും മാഗ്നറ്റിക് സർക്യൂട്ടിലെയും പല കാര്യങ്ങളും അനുസരിച്ചാണ് നമ്പർ ഓഫ് പോൾസ് നമ്മൾ തീരുമാനിക്കുന്നത് എന്നുള്ള ചുരുക്കം. ദ ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ടു ബി കൺസിഡേർഡ് ഇൻ സെലക്ടിങ് ദ നമ്പർ ഓഫ് പോൾസ്. അതിനകത്ത് ആദ്യം നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസിയാണ്. ആർമേച്ചർ ഡി സി മെഷീൻ ആണെങ്കിലും ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജിൻ്റെയും കറണ്ടും ഓൾട്ടർനേറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി P/N/120, നമ്പർ ഓഫ് പോൾസ് ഇൻറ്റു കറങ്ങുന്നത് സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് N/120. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന P/N/2 എന്നാണ്. P/N/2 F = P/N/2. ആ N എന്നുള്ളത് സ്മോൾ n ആണ്. N/60 എന്നെടുക്കുമ്പോൾ അപ്പോൾ അത് P/N/2 ആയിട്ട് വരും. അപ്പോൾ ബേസിക്കലി ദ എക്സ്പ്രഷൻ ഈസ് P/N/120 F = അപ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് ഓൾട്ടറേഷൻസ് ഓഫ് ഫ്ലക്സ് ഷുഡ് നോട്ട് ബി വെരി ഹൈ. അപ്പോൾ ആർമേച്ചർ ഒരുപാട് സ്പീഡിൽ കറങ്ങിയിരുന്നാൽ ഫ്രീക്വൻസി ഓഫ് ദ പൾസേഷൻസ് അത് ഷുഡ് നോട്ട് ബി വെരി ഹൈ, ആസ് ഇറ്റ് വുഡ് ഗീവ് റൈസ് ടു എക്സസീവ് അയൺ ലോസസ് ഇൻ ആർമേച്ചർ, ടീത്ത് ആൻഡ് കോർ. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പം ഫ്ലക്സ് പൾസേഷൻസ് നോർത്ത് പോൾ, സൗത്ത് പോൾ ഇങ്ങനെ ഒരുപാട് നോർത്ത് പോൾ, സൗത്ത് പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു റെവല്യൂഷൻ ഓഫ് ദി ആർമേച്ചർ തന്നെ എത്ര ഫ്ലക്സ് പൾസേഷൻസ് ഉണ്ട്? PN വീണ്ടും PN അങ്ങനെ പോവുക. അല്ല, നോർത്ത് സൗത്ത് അങ്ങനെ പോവുമല്ലേ. അപ്പം വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ഡിവൈഡഡ് ബൈ 2, ഒരു റെവല്യൂഷനിൽ വരുന്ന ഓൾട്ടറേഷൻസ്. അത് കൂടിയിരുന്നാൽ ഈ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഈ ടൂത്തിലെ ആർമേച്ചറിൽ സംഭവിക്കുന്ന അയൺ ലോസ്, ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും കൂടിയിരിക്കും. Generally, the value of frequency lies between 25 to 50 Hz. അപ്പം പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25-നും 50-നും ഇടയ്ക്കായിരിക്കണം ഫ്രീക്വൻസി ഈ P/N/120 എന്ന് പറയുന്നത്. അതായത് ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് അഥവാ കറണ്ടിൻ്റെ ഫ്രീക്വൻസി, അത് തന്നെ ആ ഫ്രീക്വൻസിയെ പൾസേഷൻസ് എന്നും പറയുന്നത്. അത് 25-നും 50-നും ഇടയ്ക്കായിരിക്കണം. ഇത് അങ്ങനെയായിരുന്നാലും ചെറിയ മെഷീനിൽ സ്മോൾ മെഷീൻ്റെ കപ്പാസിറ്റി കുറയുന്നതനുസരിച്ച് അത് കൂടുതലായിരിക്കും, അല്പം ഹയർ റേഞ്ചിലും. ഹൈ സ്പീഡ് സ്മോൾ മെഷീൻസ് typically high speed series motors are designed with a low flux density. ഹൈ സ്പീഡ് സീരീസ് മോട്ടോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് റിലേറ്റീവ്ലി ചെറിയ ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കും. ചെറുതായിരിക്കും. നമ്മൾ ഫോർ എക്സാമ്പിൾ മിക്സി പോലുള്ള എക്യുപ്മെൻറ്റിൻ്റെയൊക്കെ അത് ഡി സിയിലും വർക്ക് ചെയ്യും, AC യിലും വർക്ക് ചെയ്യും. നോർമലി AC സീരീസ് മോട്ടർ എന്ന് പറഞ്ഞാൽ DC സീരീസ് മോട്ടറിൻ്റെ അതേ കൺസ്ട്രക്ഷനാണ്. പക്ഷേ ചില കോംപ്രമൈസ് നിങ്ങൾ സ്പെഷ്യൽ മെഷീൻസിനകത്ത് പഠിക്കും, സ്പെഷ്യൽ ഇലക്ട്രിക്കൽ മെഷീൻസിനകത്ത് പഠിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുന്ന കാര്യത്തിൽ നമ്പർ ഓഫ് പോൾസ് കൂടുതലായിരിക്കും ഹൈ സ്പീഡ് സീരീസ് മെഷീൻ മോട്ടോഴ്സ് ഡിസൈൻ ഫോർ വിത്ത് എ ലോ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. പക്ഷേ നമ്പർ ഓഫ് പോൾസ് കൂടുതലായിരിക്കും, ഹൈ സ്പീഡായിരിക്കും. വെയ്റ്റ് ഓഫ് അയൺ പാർട്സിൻ്റെ വെയ്റ്റ്സ് ആസ് ദ നമ്പർ ഓഫ് പോൾസ് ഇൻക്രീസസ്, തന്നെ രണ്ടെണ്ണം ഉണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എ ആൻഡ് ബി. ആസ് ദ നമ്പർ ഓഫ് പോൾസ് ഇൻക്രീസസ് the flux through the yoke decreases, and hence a cross section, a smaller cross section can be used for it. എന്തിനാ? ഫ്ലക്സ് കൂടുമ്പോഴേ യോക്കിൽ കൂടെയുള്ള ഫ്ലക്സ് കുറയുമെന്നാണ് പറയുന്നത്, കുറയും. അങ്ങനെ ആകുമ്പോൾ ഫ്ലക്സ് കുറയുമ്പോഴേ നമുക്ക് യോക്കിൻ്റെ കനം, തിക്നെസ് കുറയ്ക്കാൻ പറ്റും. തിക്നെസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ കുറയും, സൈസ് കുറയും, വെയിറ്റ് കുറയും, അതിൻ്റെ കോസ്റ്റ് കുറയും. അപ്പം നമുക്ക് 2 പോളുള്ളൊരു മെഷീനും 4 പോളുള്ള മെഷീനും തമ്മിൽ താരതമ്യപ്പെടുത്തിയിരിക്കുക. 2 പോളുള്ള മെഷീൻ ആകുമ്പോഴത്തേക്ക് ടോട്ടൽ ഫ്ലക്സ് നമ്മൾ 5T എന്നും പറഞ്ഞെടുക്കുക. ടോട്ടൽ ഫ്ലക്സ് പെർ പോളല്ല എടുക്കുന്നത്, ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ ഫ്ലക്സ് പെർ പോൾ ഈ 5T ഈസ് ദി ടോട്ടൽ ഫ്ലക്സ്. 5T/2 വിൽ ബി ദ ഫ്ലക്സ് പെർ പോൾ ഇവിടെ. അത് പിന്നെ 2 മാഗ്നറ്റിക് സർക്യൂട്ടാണ്, പകുതി ഇതുവഴിയും പോകും ഫ്ലക്സ്. അപ്പോൾ ഈ യോക്കിൽ കൂടെ ഉള്ളത് 5T ഈസ് ദ ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ ഫ്ലക്സ് പെർ പോൾ വിൽ ബി 5T/2. ആ 5T/2 വിൽ ഗെറ്റ് ഡിവൈഡഡ് ഇൻ ടു അഗെയിൻ 2. 5T/2ൻ്റെ പകുതി, അപ്പോൾ 5T/4 ഇതുവഴിയും 5T/4 ഇതുവഴിയും പോകും. നേരെ മറിച്ച് ഇവിടെ ആകുമ്പോഴോ, ഇൻ ദ കേസ് ഓഫ് ദിസ് 4 പോൾ മെഷീൻ, ഈ 5T ഈസ് ദ ടോട്ടൽ ഫ്ലക്സ്. 5T മൊത്തം ഫ്ലക്സ് 5T ആണെങ്കിൽ 4 പോളിനും കൂടെ ഉള്ളത്, ഒരു പോളിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് 5T/4 ആണ്. ആ 5T/4 ഒരു പോളിൻ്റെ ഫ്ലക്സ്, ദാറ്റ് വിൽ ഗെറ്റ് ഡിവൈഡ് ഇൻ ടു 2 പാത്തുണ്ട്. ഇങ്ങനൊരു പാത്ത് ഫ്ലക്സ് പാത്ത്, ഇങ്ങനൊരു പാത്ത്, ഇങ്ങനെയാണല്ലോ ഫ്ലക്സ് പാത്ത്. ഇത്രയും ഭാഗം നോക്കുമ്പോൾ ഇവിടെ വരുമ്പോഴേ ഇവിടുത്തെ പകുതി ഫ്ലക്സ് ഇങ്ങനെ പോകും, ഈ പോളിലെ പകുതി ഫ്ലക്സ് ഇങ്ങനെ പോകും, നേരത്തെ എടുത്ത പാത്ത്. അതുപോലെ ഇതിൻ്റെ മൊത്തം ഫ്ലക്സ്, അപ്പോൾ മൊത്തം ഫ്ലക്സ് 5T എന്നും പറഞ്ഞെടുക്കുന്നത്, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞെടുക്കുന്നത് 5T/4 ആണ്. അപ്പോൾ 5T/4 വിൽ ഗെറ്റ് ഡിവൈഡഡ് ഇൻ ടു 5T/4 ഡിവൈഡ് ബൈ 2, 5T/8 ആണ് ഇവിടുത്തെ ഫ്ലക്സ്, 5T/8 ആണ്. ഈ യോക്കിൽ എവിടെയുമുള്ള ഫ്ലക്സ് 5T/8 ആയിരിക്കും. ഇവിടത് 5T/4 ആണ്, ഇവിടത് 5T/8 ആണ്. സോ ആസ് ദ നമ്പർ ഓഫ് പോൾസ് ഇൻക്രീസസ്, ദ ഫ്ലക്സ് ത്രൂ ദ യോക്കിൽ കൂടെയുള്ള ഫ്ലക്സ് കുറയും. യോക്കിൽ കൂടെയുള്ള ഫ്ലക്സ് കുറഞ്ഞാൽ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ യോക്ക് ഈസ് പ്രപ്പോർഷനലി റെഡ്യൂസ്ഡ്. സിമിലർ ഈസ് ദ കേസ് വിത്ത് ആർമച്ചർ കോർ ഏരിയ. ആർമച്ചറിൻ്റെ കോർ ഏരിയ അതേപോലെ തന്നെ. അപ്പം ബി ഓവറോൾ ഡയമീറ്റർ നമുക്ക് നോക്കാം. വെയിറ്റ് ഓഫ് അയൺ പാർട്സ് നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ ഡയമീറ്റർ, യോക്ക് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കോറും അയൺ കൊണ്ടാണ്, അയൺ ഓർ സ്റ്റീൽ. അയണിൻ്റെ വേറൊരു കാർബൺ കണ്ടൻറ്റ് അനുസരിച്ചാണല്ലോ സ്റ്റീലെന്നും ഒക്കെ നമ്മൾ പറയുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് അയൺ. ഓവറോൾ ഡയമീറ്റർ ഇൻ ഓൾ ലോജിക്കലി ഡിസൈൻഡ് മെഷീൻസ്, ദി ടോട്ടൽ ഫീൽഡ് MMF bears a constant ratio to the total armature MMF. അപ്പോൾ ഫീൽഡ് MMF ഒരു ഫീൽഡിന് MMF എന്ന് പറഞ്ഞാൽ K ഇൻറ്റു ടോട്ടൽ, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടോട്ടൽ ആർമച്ചർ MMF. നിങ്ങൾ പിന്നെ കഴിഞ്ഞ 1ാം മോഡ്യൂളിൽ സെക്കൻഡ് പാർട്ടിൽ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നല്ലോ, ആർമച്ചർ ഫീൽഡ് MMF ഈക്വൽ ടു 0.55 ടൈംസ് ദി ആർമച്ചർ MMF എന്ന് പറയുന്ന മാതിരി ആ സ്ഥാനത്താണ് K. ഒരു ഫിക്സഡ് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആർമച്ചർ MMF. അപ്പോൾ അത് നമുക്ക് K ഇൻറ്റു AC/2 എന്നെടുക്കാൻ പറ്റും. അപ്പം thus the total field MMF and so as the armature MMF is a constant irrespective of the number of poles. ഫീൽഡ് MMF പെർ പോൾ എന്ന് പറയുന്നത് K ഇൻറ്റു AC ബൈ പെർ പോൾ. ഇത് ടോട്ടൽ ആർമച്ചർ MMF ആയത്.
ഈ ക്യാപിറ്റൽ എ സിയാണ് ഇത് MMF ടോട്ടലാണ് എടുത്തേക്കുന്നത്. സ്മോൾ എ സി എന്ന് പറഞ്ഞാൽ ഈ ആർമച്ചർ കണ്ടക്ടേഴ്സാണ്. ആർമച്ചർ കണ്ടക്ടേഴ്സ് പെർ മീറ്ററാണ്, ഒരു മീറ്റർ ലെങ്ത്. ക്യാപിറ്റൽ എ സി എന്ന് പറഞ്ഞാൽ പെർ മീറ്റർ അല്ല, ഓവറാൾ ചുറ്റും മൊത്തത്തിൽ പെരിഫറിയിലുള്ള, അതാണ് എ സി, ക്യാപിറ്റൽ എ സി. അപ്പോൾ സ്മോൾ എ സി എന്ന് പറയുന്ന ആർമച്ചർ കണ്ടക്ടേഴ്സ് പെർ മീറ്ററും ക്യാപിറ്റൽ എ സി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇൻറ്റു പൈ ഡി. സ്മോൾ എ സി ഇൻറ്റു പൈ ഡി ആണ് ക്യാപിറ്റൽ എ സി എന്നുള്ള സിമ്പൽ. അപ്പം എ സി ടോട്ടൽ ആർമച്ചർ കണ്ടക്ടേഴ്സ്, അതിനെ നമ്മൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ AC/2 എന്ന് പറഞ്ഞാൽ ആർമച്ചർ MMF. അപ്പോൾ K ഇൻറ്റു ആർമച്ചർ ടോട്ടൽ ആർമച്ചർ MMF. അപ്പോൾ ഫീൽഡ് MMF എന്ന് പറഞ്ഞാൽ ആർമച്ചർ MMFൻ്റെ ഒരു നിശ്ചിത ഭാഗമാണ് K ഇൻറ്റു ആർമച്ചർ MMF. അപ്പോൾ ഫീൽഡ് MMF പെർ പോൾ, ഒരു പോളിൻ്റെ MMF നമ്മൾ എങ്ങനെ ഈ MMF ഫീൽഡ് ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓരോ പോളിന് ചുറ്റും വൈൻഡിങ് കൊടുത്ത് അപ്പോൾ ഫീൽഡ് MMF നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ അത് ടോട്ടൽ ഫീൽഡ് MMF ഈസ് ടോട്ടൽ ഫീൽഡ് MMF ഈസ് K ഇൻറ്റു AC/2. പെർ പോൾ എടുക്കുമ്പോൾ K ഇൻറ്റു AC ബൈ അതിനെ P കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, K ഇൻറ്റു AC/2P. അപ്പോൾ ഇവിടെ AC എന്ന് പറയുന്നത്, ഈ AC എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, AC എന്ന് പറഞ്ഞാൽ സ്മോൾ എ സി നമ്മുടെ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ് ഇൻറ്റു പൈ ഇൻറ്റു ഡി, വെർ ഡി ഇസ് ദ ഡയമീറ്റർ. ദസ് ആസ് ദ നമ്പർ ഓഫ് പോൾ ഇൻക്രീസസ്, അപ്പോൾ പോൾ കൂടുമ്പോഴേ, പോളിൻ്റെ എണ്ണം കൂടുമ്പോഴേ ദി ഫീൽഡ് MMF പെർ പോൾ റെഡ്യൂസസ്. അപ്പോൾ ഒരു പോളിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട MMF നമ്പർ ഓഫ് പോൾസ് P കൂടുമ്പോഴേ ഒരു പോളിന് അത്രയും കുറച്ച് MMF കൊടുത്താൽ മതി. ഒരു പോളിന് ചുറ്റുമുള്ള വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസും, MMF എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് മൾട്ടിപ്ലൈഡ് ബൈ ദ കറണ്ട് ത്രൂ ദി വൈൻഡിങ്, ഫീൽഡ് വൈൻഡിങ്. ആ നമ്പർ ഓഫ് ടേൺസ് ഗുണം N ഇൻറ്റു I. ഇഫ് N ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് പെർ പോൾ, N ഇൻറ്റു I ആണ് ഒരു പോളിൻ്റെ ഫീൽഡ് MMF എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നമ്പർ ഓഫ് പോൾസ് കൂട്ടുമ്പോൾ P ഇൻക്രീസ് ചെയ്യുമ്പോൾ പെർ പോൾ MMF ദാറ്റ് റെഡ്യൂസസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പോൾ അത് അങ്ങനെ ആയാൽ എന്താ ഗുണം? ആസ് ദ നമ്പർ ഓഫ് പോൾസ് ഇൻക്രീസസ് ദ ഫീൽഡ് MMF പെർ പോൾ റെഡ്യൂസസ്, ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ദസ് ദ ഫീൽഡ് വൈൻഡിങ് ഹൈറ്റ് ഈസ് റെഡ്യൂസ്ഡ്, ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട MMF കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എങ്ങനെ MMF കൊടുക്കുന്നു ഞാൻ പറഞ്ഞു. ആ പോളിന് ചുറ്റും വൈൻഡിങ് കൊടുക്കുന്നു. പുതിയൊരു പോളാണെങ്കിൽ ഇതിന് ചുറ്റും വൈൻഡിങ് കൊടുക്കും. ഇങ്ങനെ നേരത്തെ ഞാൻ ടേൺസ് വെച്ച് വരച്ച് കാണിച്ചു. വൈൻഡിങ് ടേൺസ് ആയത് വൈൻഡിങ്, ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ ഇത് MMF കുറച്ച് മതിയെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കുറച്ച് മതി. ഈ കുറച്ച് ടേൺസ് മതിയെങ്കിൽ ഈ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും. ഇത്ര ഹൈറ്റ് വേണ്ട, പോൾസിൻ്റെ ഹൈറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ് കുറവാണ്. വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ് കുറയുകയാണെങ്കിൽ എന്താ ഗുണമെന്താ? ഈ വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും, ഗുണമെന്താണ്? അപ്പോൾ നമുക്ക് ഡയമീറ്റർ കുറയ്ക്കാൻ പറ്റും. ദിസ് റെഡ്യൂസസ് the height of the field winding, or the height of the field winding, and so as the height of the poles is inversely proportional to the number of poles. This reduces the diameter of the yoke. യോക്കിൻ്റെ ഡയമീറ്റർ കുറയ്ക്കാൻ പറ്റും. ഈ ഡയമീറ്റർ തന്നെയും കുറയ്ക്കാൻ പറ്റും. പോളിൻ്റെ ഈ ഹൈറ്റ് കുറയുന്നുണ്ട് നമുക്ക് ഡയമീറ്റർ തന്നെയും യോക്കിൻ്റെ ഡയമീറ്റർ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ മെഷീൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. ദിസ് മീൻസ് ദാറ്റ് ദി ടോട്ടൽ വെയ്റ്റ് ഓഫ് അയൺ റിക്വയർഡ് ബൈ ദ മെഷീൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ പോൾസ് കൂടുമ്പോൾ നമുക്ക് മെഷീൻ്റെ സൈസ് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. അത് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോണം. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് കോപ്പറിൻ്റെ വെയിറ്റ്, അയണിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും.
കോപ്പറിൻ്റെ വെയിറ്റും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ പോയിൻറ്റ് കോപ്പറിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. വെൻ ദ നമ്പർ ഓഫ് പോൾസ് ഈസ് മോർ ദി പോൾ പിച്ച് റെഡ്യൂസസ്. നോക്കണം, നമ്പർ ഓഫ് പോൾസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് പോൾസ് കുറച്ച് അകലം കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ 4 പോളും 2 പോളും തമ്മിൽ വ്യത്യാസം, അതൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പോളിൻ്റെ എണ്ണം കുറവായിരിക്കുമ്പോൾ പോളുകൾ തമ്മിലുള്ള അകലം, നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. ഇവിടെ അത് കുറവായിരിക്കും, അകലം കുറവായിരിക്കും. അകലം കുറഞ്ഞിരിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? പോൾസിൻ്റെ അകലം കുറയുമ്പോൾ, എന്താണ്ട് ഇവിടെ പോൾസിൻ്റെ അകലം കുറയുമ്പോൾ നമ്മൾ ഈ കോയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു കോയിലിൻ്റെ പോകുന്ന സൈഡ്, ഇതാണല്ലോ കോയിൽ, ദിസ് ഈസ് ദ കോയിൽ. ഇത് ഗോ സൈഡാണെങ്കിൽ ഇത് റിട്ടേൺ സൈഡാണ്. അപ്പോൾ ഗോ സൈഡ് നമ്മൾ നോർത്ത് പോളിൻ്റെ താഴെ കൊടുക്കുകയാണെങ്കിൽ റിട്ടേൺ സൈഡ് തൊട്ടടുത്ത സൗത്ത് പോളിൻ്റെ അതേ പൊസിഷൻ തന്നെ കൊടുക്കണം. പകുതിക്ക് കൊടുക്കുകയാണെങ്കിൽ നോർത്ത് പോളിൻ്റെ പകുതിക്കാണ് ഈ സൈഡ് വരുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സൗത്ത് പോളിൻ്റെ പകുതിക്ക് തന്നെ ഇത് കൊടുക്കണം. അതാണല്ലോ ഒരു പോൾ പിച്ച് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് കോയിൽ നോർത്ത് പോളിൻ്റെ പകുതിക്കാണ് ഈ ഒരു സൈഡ് ഇരിക്കുന്നതെങ്കിൽ അതേ സെയിം കോയിലിൻ്റെ റിട്ടേൺ കണ്ടക്ടർ തൊട്ടടുത്ത സൗത്ത് പോളിൻ്റെ പകുതിക്കായിരിക്കണം. അപ്പോൾ കോയിൽ ഇങ്ങനെ ഈ ഷേപ്പായിരിക്കും. ഇവിടെ ഓവർഹാങ് ലെങ്ത്, ഈ ലെങ്ത് എന്ന് പറയുന്ന ഓവർഹാങ് ലെങ്ത്, ഇത് ഓവർഹാങ് ലെങ്താണ് ഇത് രണ്ടും. അപ്പോൾ ഇതിന് പറയുന്നത് ഇനാക്റ്റീവ് കോപ്പർ എന്നാണ്. ഈ ഓവർഹാങ് പോർഷൻ കൊണ്ട് ഗുണമൊന്നുമില്ല. EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഇവിടെ ഇതാണ് മെഷീൻ്റെ നീളം, മെഷീൻ്റെ ലെങ്ത്, കോർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇവിടെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യത്തില്ല. കാരണം ഇവിടുത്തെ ഫ്ലക്സ്, ഇവിടുത്തെ ഈ പോർഷന് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നില്ല. ഫ്ലക്സിന് പാരലായിട്ടാണ് എപ്പോഴും ഫസ്റ്റ് ഇയറിൽ പഠിച്ച് കാണും. പിന്നെ 3rd സെമസ്റ്ററിൽ DC.Mc.Des പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പോർഷൻ എപ്പോഴും ഫ്ലക്സിന് പാരലായിട്ട് പോവുക, സഞ്ചരിക്കുക. ഒരു ഫ്ലക്സിനെ ഈ പോർഷൻ കട്ട് ചെയ്യുന്നില്ല, ഓവർഹാങ് പോർഷൻ. അതുകൊണ്ടാണ് ഈ ഓവർഹാങ് പോർഷനിൽ EMF ഇൻഡ്യൂസ് ചെയ്യാത്തത്. അപ്പം ദിസ് ഈസ് ദി ആക്റ്റീവ് പോർഷൻ. EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പോർഷൻ ആക്റ്റീവ് പോർഷൻ, ഇത് ഇനാക്റ്റീവ് പോർഷനാണ്. അപ്പോൾ ഇനാക്റ്റീവ് പോർഷൻ്റെ ലെങ്ത് കുറഞ്ഞിരിക്കണം. ഇവിടെയാണെങ്കിലോ പോൾസിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ തമ്മിലുള്ള അകലം കുറയും, അപ്പോൾ ഓവർഹാങ് ലെങ്ത് കുറയും. അപ്പോൾ ഇനാക്റ്റീവ് കോപ്പർ ഫോർ ദ സെയിം ആക്റ്റീവ് ലെങ്ത് remaining the same, core length remaining the same, active length of copper remaining the same, the overhang portion can be reduced. So overhang portion reduces, or the weight of inactive copper in the machine varies inversely as the number of poles. ഇനി ഫീൽഡ് കോപ്പറും അതേപോലെ. അപ്പോൾ ഇത് ആർമച്ചർ കോപ്പർ. ഫീൽഡ് കോപ്പറോ, സിൻസ് ദ ഫീൽഡ് of a pole is inversely proportional to the number of poles. നേരത്തെ പറഞ്ഞ കാര്യം, ഫീൽഡ് MMF പെർ പോൾ, തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യം, ഈ എക്സ്പ്രഷൻ ഫീൽഡ് MMF പെർ പോൾ, ഒരു പോൾ വഴി പ്രൊവൈഡ് ചെയ്യേണ്ട MMF ഇങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് അതിൽ നമ്മൾ കണ്ടു, ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ് കുറയ്ക്കുമ്പോഴെന്താ സംഭവിക്കുക? ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ് കുറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് കുറയ്ക്കാൻ പറ്റും. നമ്പർ ഓഫ് ടേൺസ് ഫീൽഡ് ടേൺസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഫീൽഡ് കോപ്പർ കുറയ്ക്കാൻ പറ്റും. സിൻസ് ദ ഫീൽഡ് MMF of pole is inversely proportional to the number of poles, and since the pole area also reduces with the increase in number of poles, the length of mean turn of the field winding reduces. ഒരു ടേണിൻ്റെ തന്നെ ലെങ്ത് കുറയ്ക്കാൻ പറ്റും. This reduces the total weight of copper used in the field winding. Further, due to the decrease in the amount of copper, the field copper losses also reduce appreciably. കാര്യമായ കുറവ് ഫീൽഡ് കോപ്പർ ലോസിലുണ്ടാകും. ഫീൽഡ് വൈൻഡിങ്ങിൽ സംഭവിക്കുന്ന പവർ ലോസ്, ഫീൽഡ് കോപ്പർ ലോസ് ഓൾസോ reduces appreciably with increase in number of poles. അപ്പോൾ പോൾസിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണമുണ്ട്. Thus the weight of copper of both armature and field windings decrease, and with increase in number of poles.
കോപ്പറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഫീൽഡ് വൈൻഡിങ്ങിൻ്റെയും ആർമച്ചർ വൈൻഡിങ്ങിൻ്റെയും കുറയ്ക്കാൻ പറ്റും. ഇനി ലെങ്ത് ഓഫ് കമ്മ്യൂട്ടേറ്റർ, നാലാമത്തെ പോയിൻറ്റ്. ദ നമ്പർ ഓഫ് ബ്രഷ് ആംസ് യൂസ്ഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പോൾസ്. ബ്രഷ് ആംസ്, ബ്രഷസ് വെക്കണം, അതിന് ബ്രഷ് ആംസിലാണ് ബ്രഷസ് വെക്കുന്നത്. ഇത് അടുത്ത ലെസനോട് പഠിപ്പിക്കുമ്പോഴേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. വായിച്ചേക്കുക. ദ നമ്പർ ഓഫ് പോൾസ് ഇൻ ദ കേസ് ഓഫ് എ ലാപ്പോ ആൻഡ് ആർമച്ചർ, അതറിയാവുന്ന കാര്യമാണ്. In the case of wave winding, the number of brush arm is 2, but usually the number of brush arms provided is equal to the number of poles. The current collected by each brush arm is inversely proportional to the number of പോൾസ്. ഒരു ബ്രഷാമിൽ കളക്ട് ചെയ്യപ്പെടുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് പോൾസ്. ദിസ് മീൻസ് ദാറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ബ്രഷസ് ഇൻ ഈച്ച് ആം. അപ്പോൾ ഒരു ആമിൽ കളക്ട് ചെയ്യപ്പെടുന്ന പോൾസ് കൂടുമ്പോൾ ഒരു ബ്രഷാമിൽ കളക്ട് ചെയ്യപ്പെടുന്ന കറണ്ട് കുറവായിരിക്കും. അപ്പോൾ കറണ്ട് കുറവാണെങ്കിൽ ബ്രഷിൻ്റെ ഏരിയ കുറയ്ക്കാൻ പറ്റും, ബ്രഷിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. Brushes in each arm decreases the number of poles, so the cross-sectional area of brushes in each arm decreases as the number of poles increases. This results in reduction in the length of the കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ നീളം എത്ര ബ്രഷ് ഇങ്ങനെ അടുക്കി വെക്കണം എന്നുള്ള അനുസരിച്ചിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂട്ടറിൻ്റെ നീളം കുറയ്ക്കാൻ പറ്റും. കമ്മ്യൂട്ടറിൻ്റെ നീളം കുറയുമ്പോൾ മെഷീൻ്റെ നീളമാണ് കുറയുന്നത്. കാരണം ആർമച്ചർ പിന്നെ ഒരു സൈഡിൽ കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ കമ്മ്യൂട്ടറിൻ്റെ നീളം കുറയുമ്പോൾ ഓവറോൾ ലെങ്ത് ഓഫ് ദ മെഷീൻ ഓൾസോ റെഡ്യൂസസ്. ഇനി ലേബർ ചാർജസ് എന്താണ്? ദ നമ്പർ ഓഫ് ആർമച്ചർ കോയിൽസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പോൾസ്. ശരിയാണ്, പോൾസ് കൂടുന്നതനുസരിച്ച് ആർമച്ചർ കോയിൽസിൻ്റെ എണ്ണവും കൂടും. ദ നമ്പർ ഓഫ് ഫീൽഡ് കോയിൽസ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് പോൾസ്. കൂടാതെ ആർമച്ചർ കോയിൽസ് തന്നെയല്ല, ഫീൽഡ് വൈൻഡിങ് എത്ര സെറ്റ് വേണം, ഓരോ പോളിൻ്റെ ചുറ്റും ഓരോ സെറ്റ് വേണ്ടേ. അപ്പോൾ പോൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്പർ ഓഫ് ഫീൽഡ് കോയിൽസ് ഓൾസോ ഇൻക്രീസസ്. ഹെൻസ് ദ ലേബർ ചാർജസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് പോൾസ് ആസ് ദർ ആർ മോർ ആർമച്ചർ കോയിൽസ് ടു വൈൻഡ്, ഇൻസുലേറ്റ് ആൻഡ് കണക്ട് ടു കമ്മ്യൂട്ടേറ്റർ. ആർമച്ചർ കോയിൽസ് ഇൻസുലേറ്റ് ചെയ്യണം, ഓരോന്ന് ഇൻസുലേറ്റ് ചെയ്യണം, സ്ലോട്ടിൽ വെക്കണം. പിന്നെ അതിനെ ഓരോ കോയിലിനെ നമ്മൾ കമ്മ്യൂട്ടേറ്ററിലോട്ട് കണക്ട് ചെയ്യണം. അതേപോലെ ഫീൽഡ് കോയിൽസ് എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം തന്നെ നമ്മൾ വൈൻഡ് ചെയ്തെടുക്കണം. അത് ഇൻസുലേറ്റ് ചെയ്യണം, പോൾസിൽ കണക്ട് ചെയ്യണം, പോൾസിലോട്ട് വെക്കണം, ഇതെല്ലാം ചെയ്യണം. ആർമച്ചർ കോയിൽസാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനും വേണ്ടുന്ന ലേബർ ചാർജസ് കൂടും. ലേബർ ചാർജസ് കൂടുമ്പോൾ ആ രീതിയിൽ കോസ്റ്റ് കൂടും. ഫ്ലാഷ് ഓവർ ആറാമത്തെ പോയിൻറ്റ്. ദ നമ്പർ ഓഫ് ബ്രഷ് ആംസ് യൂസ്ഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പോൾസ്. ബ്രഷ് വെക്കുന്നതിൻ്റെ ആംസിലാണ് ആ ബ്രഷ് ആംസ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ബ്രഷ് ആംസ് യൂസ്ഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പോൾസ്. ഫോർ ദ സെയിം ഡയമീറ്റർ of the commutator, the distance between adjacent brush arms decreases. തൊട്ടടുത്ത ബ്രഷാമുമായിട്ടുള്ള ദൂരം കുറയുകയും, ഇത് അങ്ങനെ ദൂരം കുറഞ്ഞാൽ ആസ് ദ നമ്പർ ഓഫ് പോൾസ് ഈസ് ഇൻക്രീസ്ഡ്. പോൾ കൂടുന്നതനുസരിച്ച് രണ്ട് ബ്രഷാം തമ്മിലുള്ള അകലം കുറയും. ഇത് കുറയുമ്പോൾ ദിസ് ഇൻക്രീസസ് ദ പോസിബിലിറ്റി ഓഫ് ഫ്ലാഷ് ഓവർ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബ്രഷാംസ്. Alternately, to avoid the possibility of a flashover തടയുന്നതിന് വേണ്ടി the diameter of the commutator will have to be increased with the number of poles. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഡയമീറ്റർ കൂട്ടേണ്ടി വരും. ഇത് മെഷീൻ്റെ കോസ്റ്റ് കൂട്ടും. ഇനി ഡിസ്റ്റോർഷൻ ഓഫ് ഫീൽഡ് ഫോം. ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത് ആർമച്ചർ റിയാക്ഷൻ വഴിയായിട്ടാണ്. ആർമച്ചർ റിയാക്ഷൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വായിച്ചോ. ഇതെല്ലാം ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പോയിൻറ്റ്സിൽ വന്നുള്ളതാണ്. അത് വായിച്ച് മനസ്സിലാക്കുക. ഇതെല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്ത് ടാബുലർ ഫോമിലാക്കിയിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പോൾസ്. അതും നേരത്തെ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റുകളെല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്ത കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് വായിച്ച് നോക്കുക, പഠിക്കുക. അപ്പം
നമ്പർ ഓഫ് പോൾസ് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് 1 മുതൽ 7 വരെ പോയിൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ക്രോഡീകരിച്ച് ടാബുലേഷൻ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇത്രയും പോയിൻ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ഗൈഡിങ് ഫാക്ടേഴ്സായിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് അടുത്ത ലെസൺസിൽ പറയാം. ഓക്കെ.